കേന്ദ്രീകരിച്ച് ഒരു ടൂറിസം പ്രോജക്റ്റ് ഈ വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ ഇടം പിടിച്ച് അതിന് നടപടികളിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമീപത്തുള്ള ചാത്തമ്പലാപ്പള്ളിയുമൊക്കെയായി ബന്ധപ്പെട്ട് മുതുകോരമലയുടെ ഒരു ടൂറിസം പദ്ധതിയും അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. തന്റെ വോട്ടർമാരെ നേരിൽ കാണുവാൻ നേരിൽ കണ്ട് നിങ്ങളുടെയെല്ലാം വോട്ടവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ ഈ വെളിക്കാറയിൽ കൂടി നിങ്ങൾ കരുതിലേക്ക് കടന്നു വരികയാണ്. ഇപ്പോൾ കേരളത്തിന് ഒന്നാം റാങ്കാണ്. ഏറ്റവും എളുപ്പത്തിൽ വ്യവസായം തുടങ്ങാൻ പറ്റുന്ന നാടുകളിലൊന്ന് കേരളമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കോട്ടിക്കൽ മേഖലയെ കൈപിടിച്ചുയർത്തിയ ഈ നാട്ടിലെ ജനനായകൻ അഡ്വക്കേറ്റ് തോമസ് കോട്ടക്കൽ അവர்கள் ജാതികളെ കാണുവാനും വോട്ടുകൾ നേടുവാനുമായി രണ്ട് നിലയാളത്തിൽ മത്സരിക്കുന്ന സഭാസമന്ത്രി അവர்கள் ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നഗരമൊരുക്കി നാടും നഗരവും മലമടക്കുകളും ഗ്രാമാന്തരങ്ങളും എല്ലാം ഒരേ മനസ്സോടെ ഏറ്റെടുത്ത് ഈ നാടിന്റെ ജനപ്രിയ സാരഥി തെലങ്കാട് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനുള്ള സ്വീകരണമാണ്. പേര് വിളിക്കുന്നില്ല. സ്വീകരണം കൊടുക്കാനുള്ളവർക്കെല്ലാം സ്ഥാനാർത്ഥിക്ക് സ്വീകരണം കൊടുക്കാവുന്നതാണ്. ഇവിടെ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സംസാരിക്കുന്നു. ഈ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുമ്പോൾ എന്റെ ഓർമ്മകൾ 5 വർഷം മുമ്പേക്ക് കടന്നു പോവുകയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുപ്പയച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഈ നാടിന്റെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമാക്കി അക്ഷീണമായ പ്രയത്നമാണ് നടത്തിയത്. ഏതാണ്ട് 3000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവരികയും അതിൽ 2/3 ഭാഗവും സാക്ഷാത്കരിച്ച് നടപ്പിലാക്കിയതിനു ശേഷമാണ് നിങ്ങളോട് വോട്ടഭ്യർത്ഥിച്ച് കടന്നു വരുന്നത്. അതോടൊപ്പം ഈ നിയോജക മണ്ഡലത്തിലെ ഏത് മുക്കിലും മൂലയിലും ചെന്നാലും തൊട്ടു കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനും പറ്റുന്ന വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എന്ന അഭിമാനബോധത്തോടെ ചൂണ്ടിക്കാട്ടട്ടെ. ഇളങ്കാട് ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പോ തൊട്ടപ്പുറത്തെ ഇളങ്കാട് പാലം തകരുകയും തുടർന്ന് അത് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികളും ചില പ്രായോഗിക തടസ്സങ്ങളും വന്നപ്പോൾ എത്ര പ്രതിബദ്ധതയോടുകൂടി നടത്തിയ നിരന്തരമായ ഇടപെടലാണ് ഇന്ന് ഇത്രയും വേഗത്തിൽ ആ പാലം യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിഞ്ഞത്. അതേപോലെ തന്നെ ഈ അടുത്ത നാളിൽ ഈ ഇളങ്കാട് നിന്ന് കൊടുങ്ങ അടിവാരം വഴിയുള്ള റോഡ്, ആ റോഡ് 40 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചാണ് കൊടുങ്ങ അടിവാരം റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇളങ്കാട് ടൗണിൽ തന്നെ 2 സംരക്ഷണ ഭിത്തികളാണ് മുക്കളം ഭാഗത്തേക്ക് പോകുന്നതിനുള്ള പാലത്തിന്റെ ഇടത് സൈഡും വലത് സൈഡും. ഒരു സൈഡിൽ 20 ലക്ഷം രൂപയുടെയും മറു സൈഡിൽ 16 ലക്ഷം രൂപയുടെയും സംരക്ഷണ ഭിത്തികളാണ് നിർമ്മിച്ച് നൽകാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇളങ്കാട് ടൗൺ പാലത്തിന്റെ അതായത് വലിയ പാലത്തിന്റെ തൊട്ട് ചേർന്ന് ഒരു സംരക്ഷണ ഭിത്തി 16 ലക്ഷം രൂപ. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ തന്നെ 3 സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ വികസനം ഊഞ്ഞാൽ നിയോജക മണ്ഡലത്തിന്റെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മുക്കിലും മൂലയിലും 185 പഞ്ചായത്ത് വാർഡുണ്ട്. ഈ പഞ്ചായത്ത് വാർഡ് പുനർവിഭജനത്തിന് ശേഷം ഈ നിയോജകമണ്ഡലം ഈ 185 വാർഡിലും ഇതേപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെയും പ്രതിബദ്ധതയുടെയും പ്രതിഫലനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആസന്നമാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. കുട്ടിക്കലുണ്ടായ പ്രളയ ദുരന്തത്തെയൊക്കെ അതിജീവിച്ച് ഈ നാടിനെ തിരികെ പിടിക്കാൻ കഴിഞ്ഞു. നമ്മുടെ തകർന്നുപോയ പാലങ്ങളെല്ലാം പുനർനിർമ്മിച്ചു. തകർന്നുപോയ റോഡുകൾ എല്ലാം തന്നെ പുനർനിർമ്മിച്ചു. അതോടൊപ്പം തന്നെ ഇളങ്കാട് നിന്ന് വലിയന്ത വഴി വാഗമണിലേക്ക് പുതിയ റോഡ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇളങ്കാട് കേന്ദ്രീകരിച്ച് ഒരു ടൂറിസം പ്രോജക്റ്റ് ഈ വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ ഇടം പിടിച്ച് അതിന് നടപടികളിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമീപത്തുള്ള ചാത്തമ്പലാപ്പള്ളിയുമൊക്കെയായി ബന്ധപ്പെട്ട് മുതുകോരമലയുടെ ഒരു ടൂറിസം പദ്ധതിയും അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്തു നിന്നുള്ള കൊടുങ്ങ അടിവാരം റോഡ് സമീപനാളിലാണ് 40 ലക്ഷം രൂപ വിനിയോഗിച്ച്
റീടാർ ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഏക അവശേഷിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് കൈപ്പള്ളി റോഡാണ്. കൈപ്പള്ളി റോഡിൽ ഏറ്റെടുത്ത ജലജീവൻ മിഷൻ കോൺട്രാക്ടർ നിർമ്മാണം നടത്താൻ തയ്യാറാകാതെ പിന്മാറി നിൽക്കുന്നതാണ് പ്രതിസന്ധി. അതിൽ അനന്തര നിയമ നടപടികൾ സ്വീകരിച്ച് അത് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുന്നതാണ്. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും വോട്ടുകൾ മനസാക്ഷിയുടെ അംഗീകാരം 2 ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. വികസന തുടർച്ചയ്ക്കാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും നിങ്ങളുടെ എല്ലാം വിലമതിക്കാനാവാത്ത സമ്മതിദാനാവകാശങ്ങൾ 2 അടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി തിളക്കമാർന്ന വിജയം സമ്മാനിക്കുവാനും പ്രബുദ്ധരായ സമ്മതിദായകരോട് വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തി ഈ നാടിന്റെ പ്രിയപ്പെട്ടവൻ നമ്മുടെ സാരഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നിങ്ങൾക്കരികിലേക്ക് കടന്നു വരികയാണ്. ഹൃദയത്തെ സ്പർശിക്കുന്ന സ്വീകരണമാണ്. ഏതാണ്ട് 1.5 മണിക്കൂർ വൈകി എത്തിയിട്ടും നിങ്ങൾ എനിക്ക് നൽകിയത്. NDR മുണ്ടപ്പള്ളി റോഡ് എത്രയോ വർഷങ്ങളായി തകർന്നു കിടന്നതാണ്. ഞാൻ MLA ഫണ്ടിൽ നിന്ന് 36 ലക്ഷം രൂപ അനുവദിച്ചാണ് ഇന്ന് ഈ റോഡ് ഒറ്റയടിക്ക് പൂർണ്ണമായും ടാർ ചെയ്യാൻ കഴിയും. അതുപോലെ ഞാൻ ഓർക്കുന്ന 2 വർഷം മുമ്പ് എന്റെ മുണ്ടപ്പള്ളി ടോപ്പ് റോഡിന് അതിന്റെ ഏറ്റവും ഒടുവിൽ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു നിലയിലും കയറി പോകാൻ കഴിയാത്ത നിലയുണ്ടായിരുന്നിടത്ത് 5 ലക്ഷം രൂപ MLA ഫണ്ട് അനുവദിച്ച് കോൺക്രീറ്റിംഗ് നടത്തിയതും ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഇങ്ങനെ ഈ നിയോജകമണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഇതുപോലെ ഫണ്ടുകൾ അനുവദിച്ച് വികസന പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിച്ചതിന് ശേഷമാണ് നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചത്. ബാലറ്റ് പേപ്പറിൽ 4ാമതാണ് എന്റെ പേര്. 2 ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തന്റെ വോട്ടർമാരെ നേരിൽ കാണുവാനും നേരിൽ കണ്ട് നിങ്ങളുടെ എല്ലാം വോട്ടവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാനും തുറന്ന വാഹനത്തിൽ നിറപുഞ്ചിരിയുമായി നിങ്ങൾ കരികിലേക്ക് കടന്നു വരുമ്പോൾ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും നിങ്ങളുടെ എല്ലാം വിലമതിക്കാനാവാത്ത സമ്മതിദാന അവകാശങ്ങൾ 2 അടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി ആ പ്രളയത്തിൽ തകർന്ന് കൂട്ടിക്കലിന്റെ അതിജീവന വഴികളിലൂടെ തിരികെ പിടിച്ച് വീടും സ്ഥലവും നഷ്ടമായവർക്ക് സ്ഥലവും വീടും നൽകി. എല്ലാം വോട്ടവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം അഹോരാത്രം പണിയെടുക്കുകയും മാന്യനും ജനങ്ങളുടെ ഏത് പ്രശ്നത്തിന് ഏത് നിമിഷവും കൂട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നമ്മുടെ NDR നിവാസികൾ നൽകിയ ആവേശകരമായ സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ നൽകിയ ജനവിധി സ്ഥിരത വഹിച്ച് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണമായി പ്രയത്നിക്കുകയാണ്. അതിലൊരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. 5 വർഷക്കാലം കൊണ്ട് ഏകദേശം 3000 കോടി രൂപയുടെ വികസനം നമുക്കിവിടെ യാഥാർത്ഥ്യമാക്കാനുണ്ട്. അതിൽ 3-2 നടപ്പിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് കടന്നു വരുന്നത്. അതിൽ ഏറ്റവും എനിക്ക് ആത്മസംതൃപ്തി നൽകുന്നത് കുട്ടിക്കലിനെ തിരികെ പിടിക്കാൻ കഴിഞ്ഞതാണ്. നമ്മളൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് 2021 ഒക്ടോബർ 16 ആ മഹാദുരന്തം. ആ മഹാദുരന്തത്തിൽ ഈ നാട് തകർന്നതിൽ അതിൽ നിന്നും നാം കരകയറി മുക്തമായി. നമുക്കറിയാം NDR മുക്കളം പാലം നമുക്ക് മുമ്പുണ്ടായതിന്റെ 10 മടങ്ങ് മികവോടെ യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിഞ്ഞു. തൊട്ടപ്പുറത്ത് തലങ്കാട് ടൗൺ പാലം നമുക്ക് പുനരുദ്ധരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മ്ലാക്കര പാലം, മൂപ്പൻമല പാലം എന്നുവേണ്ട പ്രളയത്തിൽ തകർന്ന റോഡുകൾ, പാലങ്ങളെല്ലാം നമുക്ക് പുനരുദ്ധരിക്കാൻ കഴിഞ്ഞു.
വികസനപരമായ നാടിന്റെ താല്പര്യത്തിന് ഗുണകരമാകുന്ന നാടിന്റെ ഉത്പാദന പ്രക്രിയയെയും തൊഴിൽ മേഖലയെയും വരുമാന വർധനവിനും ജീവിത നിലവാര വർധനവിനും എല്ലാം ഉപകരിക്കുന്ന വികസന മുന്നേറ്റം സാധ്യമാക്കാൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ 5 വർഷവും നിങ്ങളിൽ ഒരുവനായി, നിങ്ങളുടെ ഒരു കുടുംബാംഗമായി, നിങ്ങളുടെ ഒരു സഹോദരനായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നാളുകളിലും അതേ സമീപനത്തിലൂടെ, അതേ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങളിൽ ഒരാളായി ഞാൻ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് നാടിന്റെ വികസന തുടർച്ചയ്ക്കും കേരളത്തിന്റെ ഭരണ തുടർച്ചയ്ക്കും LDF സ്ഥാനാർത്ഥിയായ എന്നെ 2 അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ മുൻ വർഷത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, കടപ്പാട് വർദ്ധിച്ച് സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി 2 അടയാളത്തിൽ ജനവിധി ചേരുന്ന പൂഞ്ഞാറിന്റെ വികസന നായകൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോർത്തുഗലിന് അനുകൂലമായി നിങ്ങളുടെ എല്ലാം വിലമതിക്കാനാവാത്ത സമ്മതിദാന അവകാശങ്ങൾ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് അടയാളമായ 2 അടയാളത്തിൽ തന്നെ വോട്ടുകളായി രേഖപ്പെടുത്തി തിളക്കമാർന്ന വിജയം സമ്മാനിച്ച് ഈ കാലഘട്ടത്തിന്റെ ചരിത്രപരമായ കടമ നിറവേറ്റുവാൻ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലെ പ്രബുദ്ധരായ സമ്മതിദായകരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്.